കഴിഞ്ഞ 5 ദിവസമായി കേരളത്തെ കണ്ണീരണിച്ച വയനാട് ചൂരൽമല ദുരന്തം നടന്ന ഉരുൾപൊട്ടൽ നടന്ന മണ്ണിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നതിൻ്റെ തൊട്ടടുത്തുള്ള മാനന്തവാടി രൂപതയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു ദേവാലയത്തിൽ നിന്ന് 9 പേരാണ് ഈ ഒരു ദുരന്തത്തിൽ അകപ്പെട്ട് മരിച്ചുപോയത്. അതിൽ 6 പേരുടെ മൃതസംസ്കാരം കഴിഞ്ഞു, ബോഡി തിരിച്ചറിഞ്ഞു. ഇനിയൊരു 3 പേരുടെ ലഭിക്കാനുള്ളതിൽ ഒരാളുടെ ബോഡി ഇന്ന് ലഭിച്ചു. ആ ഒരു സംസ്കാരമാണ് ഇപ്പോൾ ഈ ഒരു ദേവാലയത്തിൽ നടക്കാൻ പോകുന്നത്. ദുരന്തം ഈ ദേവാലയത്തിന് തൊട്ടടുത്താണ് ചൂരൽമല എന്ന് പറയുന്ന ഒരു ടൗൺ. സ്കൂളും തൊട്ടടുത്താണ്. ഈ സ്കൂളിനോടും ടൗണിനോടും ചേർന്നാണ് പോയത്. പക്ഷേ ഈ ഒരു ദേവാലയത്തിനടുത്ത് കടന്നിരുന്ന കുടുംബങ്ങൾ, ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. അത് കുറേ പേര് മാറി താമസിച്ചുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ 9 പേരുടെ ജീവൻ ഈ ഒരു ഇടവകയുമായി ബന്ധപ്പെട്ട് പോയി. അതിൽ ഒരാളുടെ സംസ്കാരം ഇപ്പോൾ നടക്കുകയാണ്. ബോഡി മേപ്പാടി വെച്ച് തിരിച്ചറിഞ്ഞു. ഈ 9 പേരിൽ ഒരാൾ പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം ഒരു ഗസ്റ്റായിട്ട് ഈ ഇടവകയിലെ ഒരു കുടുംബത്തിലേക്ക് ഗസ്റ്റായിട്ട് വന്നതാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകുന്നത്. അതിൽ ഇപ്പോൾ ഒരാളുടെ ബോഡി ഇപ്പോൾ ഇവിടെ സംസ്കാര ശുശ്രൂഷ കൊണ്ടുവന്നു. ഇനി 2 പേരുടെയും കൂടി സംസ്കാര ശുശ്രൂഷ നടക്കാനുണ്ട്. അവരുടെ ബോഡി ലഭിച്ചിട്ടില്ല. അതൊരു കുടുംബത്തിലെ തന്നെ 2 പേരാണ്, ഭാര്യയും ഭർത്താവുമാണ് പോയിരിക്കുന്നത്. അവരുടെ ബോഡി ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. എങ്കിലും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്നിപ്പോൾ ഈ ഒരു ദേവാലയം സാക്ഷ്യം വഹിക്കുകയാണ്. ഹൃദയഭേദകമായൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയം ചൂരൽമലയിൽ നിന്ന് നമ്മൾ കാണുന്നത്. അച്ഛാ, എത്ര പേര് ഈ ഇടവകയിൽ നിന്ന് ഇപ്പം മരിച്ചിട്ടുണ്ട്? എത്ര പേരെ കിട്ടിയിട്ടുണ്ട് ബോഡിയാണ്? നമ്മുടെ ഇടവകയിൽ ആകപ്പാട് 9 പേരാണ് മരണപ്പെട്ടത് ഈ ഉരുൾപൊട്ടലിൽ. അതിൽ 8 പേര് ഇടവകാംഗങ്ങളാണ്. ഒരാൾ പാലക്കാട് നിന്ന് ബന്ധുവീട്ടിൽ വന്ന് ആ കുട്ടിയും ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവത്തിൽ പെട്ടുപോയി. നമുക്കിപ്പോൾ ഇന്നലെ വരെ നമ്മൾ 6 പേരെയാണ് അടക്കിയത്. ഇന്ന് ഇപ്പോൾ ഒരു ബോഡി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അടക്കം നടത്തും. ഇനി നമുക്ക് 2 പേരെയും കൂടി തിരിച്ചറിയാനായിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോഡി ഇപ്പോൾ നമുക്ക് കിട്ടിയത് വരവുകാലായിൽ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടമ്മയാണ്. 30 വയസ്സാണ് പ്രായം. അവർ ഈ ഒരു സമയത്ത് വിളിച്ചപ്പോഴെല്ലാം അവർ സേഫാണ് എന്നാണ് 4 മണി വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലാണ് 10-40ഓളം പേര്, അയൽവാസികളെല്ലാം ഒത്തുകൂടിയിട്ടാണ് അവരവിടെ ഇരുന്നത്. അവരങ്ങനെ ഇരിക്കുന്ന സമയത്തുമാണ് പോലും വീണ്ടും ഉരുളുപൊട്ടി അവരെല്ലാവരും വലിയ ഭീതിയിലായിരുന്നപ്പോഴാണ് നീതു ഹസ്ബൻഡായ ജോജോയുടെ കയ്യിൽ നിന്ന് വിട്ട് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത്. ജോജോ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 40 പേരോളം ഇവരുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് ഇവരെന്നെ കയറ്റി നിർത്തിയായിരുന്നു. എല്ലാവരും ഇവരുടെ വീട്ടിലേക്കാണ് അഭയമായിട്ട് കടന്നു വന്നത്. പക്ഷേ അത് വീണ്ടും അപകടത്തിന്റെ വലിയൊരു അവസ്ഥയായിരുന്നു. രാത്രി ആയതുകൊണ്ടും ഇരുട്ടായതുകൊണ്ടും തിരിച്ചറിയാൻ ഒന്നും പറ്റിയിട്ടില്ല. ബാക്കി 40 പേർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതിൽ 1-2 പേര് വീണ്ടും മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി കുറേ പേര് ഇവർ തന്നെ രക്ഷിച്ച് അക്കരെ എത്തിച്ചു. ജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ.
ആ കുടുംബത്തിലും എല്ലാം പ്രിയപ്പെട്ട മകളായിരുന്നു. വൈദികരുടെയും സന്യസ്തരും ഒത്തിരിയധികം പേര് വിളിക്കുകയും ഈ പ്രിയപ്പെട്ട മകളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ചോദിച്ച് അറിയുകയും ഒക്കെ ചെയ്തു. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. സർവവിധ കഴിവുകളും കൊണ്ട് ദൈവം അലങ്കരിച്ച ഈ പ്രിയപ്പെട്ട മകൾ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് ഈ 30-ാം വയസ്സില് ദൈവം കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഹൃദയം പിറക്കുന്ന വേദനയുടെ നിമിഷങ്ങളാണ്. എന്നാൽ പോലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കണമേ, ഒരു പിടി മണ്ണിൽ